ഹലോ, നല്ല നമസ്കാരം. സജിൻ ബാബു സംവിധാനം ചെയ്ത റീമാക്ക് അല്ലെങ്കിൽ പ്രധാന വേഷത്തിലെത്തിയ തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു റിയാലിറ്റിയും മിത്തും തമ്മിലുള്ള ഒരു ഗംഭീരമായ ഒരു ഫൈറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ കാവുകളും സർപ്പവിശ്വാസങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന അമ്മയുടെയും മകളുടെയും കഥയാണിത്. മീര കഠിനാധ്വാനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മീരയ്ക്ക് ഒരു അജ്ഞാത ജീവിയുടെ മരം കയറുമ്പോൾ കടിയേൽക്കുകയും ശരീരം മൊത്തത്തിൽ ആ കടിയുടെ കാരണത്താൽ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ചർമ്മരോഗം ബാധിക്കുകയാണ്. ഈ രോഗത്തെ അമ്മ ദൈവികപരമായി കാണുമ്പോൾ അത് ഒരു ആധുനികപരമായി വൈദ്യശാസ്ത്രത്തെയും സോഷ്യൽ മീഡിയയുടെയും ഇടപെടലുകളിലേക്ക് ആ രോഗം മാറുകയാണ്. സിനിമയുടെ ആ ഒരു രോഗത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ അതിൻ്റെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം കുറേ സംഭവങ്ങൾ, യഥാർത്ഥ സംഭവങ്ങളുമായിട്ട് ഇതിന് വളരെയധികം വളരെ കണക്ഷനാണ് ഉണ്ട്. ഈ സിനിമയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ വലിയ ചർച്ചകളായിട്ടുള്ള ചില ചികിത്സാ രീതികളും അപൂർവ രോഗങ്ങളെ ബാധിച്ചവർക്ക് വേണ്ടി നടത്തുന്ന വലിയ വലിയ ഫണ്ട് റൈസിങ് ക്യാമ്പയിനിങ് അതിനുള്ള സംഭവങ്ങൾ, ഒരുപാട് നന്മ മരങ്ങളുടെയൊക്കെ അങ്ങനെയുള്ള കുറേ മിത്തുകളെ ഈ സിനിമയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അഭിനയത്തിൻ്റെ ഒരു രീതി നോക്കുമ്പോൾ സജിൻ ബാബു ബിരിയാണി എന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ശേഷം സജിൻ ബാബു ഒരുക്കിയ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സോഷ്യൽ സറ്റയറായിട്ടുള്ള ഒരു പ്രതിബദ്ധതയുള്ള ഒരു സിനിമ, ഒരു പ്രത്യേക പക്ഷം പിടിക്കാതെ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് യുക്തിക്ക് വിട്ടുകൊടുക്കുകയാണ്. ആ ഒരു രീതി വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മീര എന്ന കഥാപാത്രത്തെ റീമാക്ക് അല്ലെങ്കിൽ വളരെ ഗംഭീരമായി അഭിനയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. മാനസിക സംഘർഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് റീമ സ്ക്രീനിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സരസ ബാലുശ്ശേരി, റീമാക്ക് അല്ലിങ്ങളുടെ അമ്മയായിട്ട് അഭിനയിച്ച സരസ ബാലുശ്ശേരിയുടെ പ്രകടനം ഒരുപാട് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. ഒരു അമ്മയ്ക്ക് വേണ്ട പലതും കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുന്ന, ഒരുപാട് വൈകാരികത മനസ്സിൽ സൂക്ഷിക്കുന്ന, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് ആ സ്ത്രീ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഡെയ്സൺ ഡേവിഡ്, പ്രമോദ് വെള്ളിനാട്, ആൻസലീം, അവരും അവരുടേതായിട്ടുള്ള വേഷങ്ങൾ വളരെ നീതി പുലർത്തി എന്ന് പറയാം. ഈ സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഇത് അവരുടെ ക്യാരക്ടർ ഗംഭീരമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മിത്തും റിയാലിറ്റിയും, പഴയ ഒരു കാലത്തെ പല സംഭവങ്ങളും, അതല്ലെങ്കിൽ പഴയ കാലത്തെ ആര്യവൈദ്യത്തിൻ്റെ ആ ഒരു പാറ്റേണും പുതിയ കാലത്തിൻ്റെ ആ ഒരു പാറ്റേണും, അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും, അതോടൊപ്പം തന്നെ പുതിയ കാലത്തിലെ ശാസ്ത്രീയ രീതികളും എല്ലാം കൂടി ഒരു ഗംഭീരമാക്കാൻ, അതിനെ രണ്ടിനെയും കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥ ഇതിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, PR ഏജൻസികൾ, അവരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഈ ഡോക്ടർമാർ, ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഒരു ദുരന്തത്തെ കച്ചവടമാക്കുന്നു എന്നതിനെക്കുറിച്ചും നന്നായിട്ട് തന്നെ ഈ സിനിമ പരിഹസിക്കുന്നുണ്ട്. പിന്നെ ഒരു തുരുത്തിലെ മഴയും കാവുകളിലെ നിഗൂഢമായിട്ടുള്ള അന്തരീക്ഷവും അവതരിപ്പിക്കുവാൻ ഒരുപാട് രംഗങ്ങൾ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മീരയുടെ രോഗം മൂർച്ഛിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഭീകരമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ ഛായാഗ്രഹണം ശ്യാംപ്രസാദ് MS, അദ്ദേഹം ഒരുപാട് ഗംഭീരമാക്കാൻ തുരുത്തിൻ്റെ ആ ആംബിയൻസ്, അതിൻ്റെ കുറേ ജീവികളുടെ ഭംഗി, സോഷ്യൽ മീഡിയയുടെ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം ഗംഭീരമായിട്ട് വിഷ്വൽ നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സായിദ് അബ്ബാസിൻ്റെ പശ്ചാത്തല സംഗീതം, ചിത്രത്തിൻ്റെ ഒരു ഗൗരവം. കാരണം പലയിടത്തും മ്യൂസിക് ഇല്ലെങ്കിലും സൈലൻസാണ് ഗംഭീരമായിട്ടുള്ളൊരു സാധനം. അതോടൊപ്പം തന്നെ റീമയുടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ശരീരം മൊത്തത്തിൽ ആ ഒരു മേക്കപ്പ് ഉണ്ടല്ലോ, കീട്ടില്ല എന്ന് വെച്ചാൽ കീട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് നോക്കുമ്പോൾ സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 3 മിനിറ്റ് കൊണ്ട് സിനിമ തീരുന്നു. ഏകദേശം 3.25 മണിക്കൂറിന് മേലെ പോകുന്നുണ്ട്. പക്ഷേ എഴുതി കാണിച്ച് 10 മിനിറ്റോളം എഴുതി കാണിപ്പ് ഭയങ്കര വിരസത തോന്നുന്നു. പിന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും
കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഓഫ് ബീറ്റ് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. പിന്നെ ക്ലൈമാക്സിൻ്റെ ആ ഒരു ചില കൺഫ്യൂഷൻ അത് കൂടി സിനിമയിൽ എന്താ പറയുക, വീണ്ടും അവർ അതിലേക്ക് പോയത് എന്തിന് എന്ന ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ് ക്ലൈമാക്സിൽ. കാരണം സമൂഹം ഇങ്ങനെയാണ്, ഓരോ ദിവസവും ഓരോ വാർത്തകൾക്ക് പിന്നാലെയാണ് സമൂഹം പോകുന്നത്. കാരണം ഇനി എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ പഴയ സംഭവങ്ങൾ മറന്നു പോകും. ചിലപ്പോൾ ഇന്ന് ഒരു സംഭവത്തിന് പിന്നാലെ എല്ലാ സമൂഹവും പോകും. ആ സമൂഹം പോയിട്ട് അടുത്ത ദിവസം അതിനേക്കാൾ ഗംഭീരമായോ അതല്ലെങ്കിൽ അതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ ആ വിഷയത്തിലേക്കാണ് എപ്പോഴും സമൂഹം കടന്നു പോകുക. ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ പഴയ വിഷയങ്ങൾ വളരെ പ്രാധാന്യം ലഭിക്കാതെ പോകും. പക്ഷേ ആ പ്രാധാന്യം ലഭിക്കാതെ പോകുന്ന സമയത്തും പലരും അതിനെ ചൂഷണം ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീരമായ ഒരു സിനിമ. കാരണം സോഷ്യലായിട്ട് ബിരിയാണി പോലുള്ളൊരു സിനിമ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം ഒരു വലിയൊരു സബ്ജക്റ്റ്, 2 സബ്ജക്റ്റിനെയാണ് മെയിനായിട്ട് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്ന കുറേ വിഷയങ്ങൾ, അത് ഞാൻ സിനിമ പറയുന്നില്ല. ഈ സിനിമ സിംപ്ലി സൗത്തിൽ ലഭ്യമാണ്, കാണാൻ കഴിയുന്നവർ കാണുക. നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, സഹായങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് തന്നെ ഗംഭീരമായിട്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാണുന്നത് ഒരിക്കലും നഷ്ടമാകില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. ഓക്കെ, താങ്ക് യു.